കണിയും കണ്ണു കാണുന്നില്ലല്ലോ. ഏത് സമയത്താണ് മാങ്ങയില്ല കൊതി തോന്നിയത്? അമ്മ എന്നെ ശരിയാക്കും എന്നെ. അമ്മ എനിക്ക് ബ്യൂട്ടി പാർലറിൽ വന്നതുമില്ല. അച്ഛൻ പാത്രം കയറിയുന്ന സമയത്തല്ലേ ഞാൻ ഈ കടയിൽ ഓടിപ്പോയത്. ഷോ അച്ഛനെ പിന്നെ എന്നെ തിരക്കും എനിക്കറിയത്തില്ല. ഞാൻ ഫോൺ പോലും എടുത്തില്ല. ഞാൻ പേടിച്ചു പോയില്ല. രക്ഷയിട്ട് എന്നാലും എട്ടുകാരൻ അടിച്ചാൽ ഏതെങ്കിലും വൈദ്യന്മാരെ കൊണ്ട് കാണിക്കണം. വിഷഹാരി വൈദ്യന്മാരെ. അയ്യോ എന്റെ മുന്നേ എന്തൊരു വീട്ടിലാണോ കാല്. ഈ കണ്ടത്തിൽ കയറി ചെല്ലുമ്പോ പറഞ്ഞു അവിടെ ഒരു വൈദ്യരുണ്ടല്ലോ ഈ കണ്ടത്തിനക്കരെ. ആ വൈദ്യരുടെ വീട്ടിൽ പോയി ആദ്യം കാണിച്ചിട്ട് വരാം കാല്. എന്നിട്ട് വീട്ടിൽ പോയാൽ മതി. അല്ലെങ്കിൽ പിന്നെ ഇതിനകത്ത് എന്താ അറിയാൻ പറ്റത്തില്ല. ഈ വിഷമൊക്കെയുള്ള ചലന്തി തന്നെ ആയിരിക്കും ഇത്. എന്തിനാ അവിടെ കൊണ്ട് കാണിക്കാം വൈദ്യരെ. അമ്മ എന്തായാലും ഇപ്പഴേ വരത്തൊന്നുമില്ല. അച്ഛനെ ഇനി വിളിച്ചോണ്ട് ഞാൻ അവിടെ ചെല്ലുമ്പോഴത്തേക്ക് ഒത്തിരി ലേറ്റായി പോകും. വേണ്ട വേണ്ട ഉടനെ പോട്ടെ ഞാൻ ആ വൈദ്യരുടെ വീട്ടിൽ. ആരാ? വൈദ്യരോ? അയ്യോ മോളെ, വൈദ്യരൊക്കെ ഇവിടുന്ന് മാറിപ്പോയി. ഇതിപ്പോ ഞാൻ പുതിയതായിട്ട് വന്ന താമസത്തിന്. അവരൊക്കെ വീട് വിറ്റിട്ട് പോയിട്ട് ഇപ്പൊ 2 വർഷമായല്ലോ. എന്താ കുഴപ്പം? ആരെ കാണിക്കാൻ വന്നതാ? ആഹാ, ചെലന്തി കടിച്ചോ? എൻ്റെ ഈ ചില കുറുക്കു വിദ്യകളൊക്കെ ഉണ്ട്. ഞാൻ വേണമെങ്കിൽ കുറച്ച് മരുന്ന് വെച്ച് തരാം. അകത്തോട്ട് കയറുക. ചെലന്തിയിൽ നിന്ന് അങ്ങനെ ഞാൻ സ്പൈഡർമാനായി. ആ കൊച്ചെവിടെ പോയി? എന്റെ കാലെ കയറി ചവിട്ടി ആ കൊച്ചു ചവിട്ടി അരച്ച്. അങ്ങനെ ഞാൻ ആ കൊച്ചിന്റെ കാലെ കടിച്ചത്. എന്റെ കാല് ചവിട്ടി അരച്ചിട്ട് ആ കൊച്ചങ്ങ് കടന്നു കളഞ്ഞില്ലേ. ഞാനും പുറകെ പോട്ടെ കൊച്ചിന്റെ. വാ കുട്ടി, ഇങ്ങോട്ട് കയറുക. ഇത് പണ്ടത്തെ വീടൊക്കെ അല്ലേ, അതാ. എന്തിയ കാല് കാണിച്ച മോളെ? ഇവിടെയാണോ? ഇപ്പൊ ഓയിൻമെന്റ് വരട്ടോ മോളെ. ഈ മുറിയാണ് ഞാൻ ഇതിനൊക്കെ ഉപയോഗിക്കുന്നത്. അത്യാവശ്യം ചില കൈക്കറികളൊക്കെയാണ് ചെയ്യുന്നത്. ഇപ്പം തന്നെ കണ്ടില്ലേ. അങ്ങനെ ഫസ്റ്റ് എയ്ഡ് ചെയ്തേ ഉള്ളൂ മോളെ, അല്ലാതെ വലിയതായിട്ടുള്ള ചികിത്സയും കാര്യങ്ങളൊന്നും ഇല്ല. ഈ ചികിത്സകള് മോളിനി ഇവിടെ റെസ്റ്റ് എടുക്കട്ടോ. ഞാൻ പോയി അടുക്കളേ കുറച്ച് ജോലിയൊക്കെ ഉണ്ട്, അതൊക്കെ നോക്കട്ടെ. അത് വേറെ റൂമൊക്കെ എന്ന് വെച്ചാൽ ഞങ്ങളുടെ പ്രൈവറ്റ് റൂമുകളൊക്കെ. അങ്ങനെ ഞാൻ പുറത്തൊന്നും വരുന്നവരും അങ്ങോട്ട് കയറ്റാറില്ല. അതുകൊണ്ടാണ് ഇവിടെ വിസിറ്റേഴ്സിനൊക്കെ ഉള്ള റൂമാണ് ഇത്. ഇവിടെ തന്നെ ഇരിക്ക്, അഡ്ജസ്റ്റ് ചെയ്തങ്ങ് ഇരിക്ക്. മൂക്കൊക്കെ പൊത്തി ഇരുന്നു കേട്ടോ. കുട്ടുമനെ, കിങ്ങിണി, ഇവിടെ ആരും ഇല്ലേ? അമ്മണി വെച്ച് കളിക്കാൻ വിടാഞ്ഞോ? അവളിവിടെ ഇല്ലേ അമ്മണി? എന്തോ നിങ്ങളെ പറഞ്ഞത്? അമ്മണി ഇങ്ങോട്ട് വന്നില്ലെന്നോ? അവള് വീട്ടിലില്ല. ഞാനൊക്കെ ബാത്റൂമിൽ പോയപ്പോയിരുന്നു. ബാത്റൂം ഞാനൊക്കെ നോക്കുമ്പോ അമ്മനെ കണ്ടില്ല. അവിടെ എല്ലാം നോക്കിയിട്ട് അവളെ കണ്ടില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു ഇങ്ങോട്ട് വന്നപ്പോണ്ടിരിക്കുവായിരുന്നു. അതാ ഞാൻ അവളെ തിരക്കാതെ താമസിച്ച് ഇറങ്ങിയത്. എന്താ ഇവിടെ പ്രശ്നം? ശാരദ, അമ്മണി ഇങ്ങോട്ട് വന്നില്ലേ? ഇല്ല, അമ്മണി ഉച്ചയ്ക്ക് വന്നിട്ട് പോയായിരുന്നു. ചോറുണ്ടാ പോകും പറഞ്ഞിട്ട് പിന്നെ വന്നതേ ഇല്ല. അയ്യോ, പിന്നെ എവിടെ പോയി അവള്? കടയിലെങ്ങനെ പോയി കാണുമോ? ശാന്തിച്ച് വന്നില്ലേ ബ്യൂട്ടി പാർലറിൽ നിന്ന്? ഇല്ല, അവള് വരാറായതേ ഉള്ളൂ. അവള് വന്നില്ല ബ്യൂട്ടി പാർലറിൽ നിന്ന്. എന്റെ പൊന്നെ, എവിടെ പോയാ നമുക്ക് ഇങ്ങനെ സാധ്യത? അമ്മണി ശാരദ എളുപ്പം മസനെ വിളിച്ച നീ. ഞാൻ ചേട്ടനെ വിളിച്ച് പറയട്ടെ. എന്നാ നീ പെട്ടെന്ന് എവിടെ പോകാനാ? ഇവിടെ വന്നിട്ടില്ലെങ്കിൽ വേറെ ഇവിടെ നോക്കട്ടെ. ഞാൻ പോയി അപ്പൊ ഞാൻ പോയി ഒന്ന് അന്വേഷിക്കട്ടെ കേട്ടോ. എന്തെങ്കിലും വിവരം കിട്ടോ എന്നെ വിളിച്ച് അറിയിക്കാൻ പറയണേ അമ്മയോട്. മക്കളെ, അമ്മയുടെ അച്ഛൻ പോയോ? ഞാൻ അച്ഛനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അച്ഛൻ പറഞ്ഞ് എത്രയും പെട്ടെന്ന് അന്വേഷണം നടത്താന്ന് പറഞ്ഞു. ഇന്ന് ആശ്വാസവാക്ക് പറയാൻ വേണ്ടിയിട്ടായിരുന്നു. പക്ഷെ പുള്ളിക്കാരനങ്ങ് പോയല്ലോ. എനിക്ക് തോന്നുന്നു ചിലപ്പോൾ കടയിലാവല്ലോ പോയി കാണാതിരിക്കും. എന്തെങ്കിലും അത്യാവശ്യം സാധനം വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. അവളിപ്പം എത്തുമായിരിക്കും വീട്ടിലല്ലേ മക്കളെ? വാങ്ങിക്കാൻ വേണ്ടി ഒറ്റയ്ക്ക് പോകാറുണ്ടല്ലോ. അങ്ങനെ പോയതായിരിക്കും ചിലപ്പം. ഞാൻ ഞങ്ങളുടെ ക്ലാസ്സിലെ കൂട്ടുകാരികളോടൊന്ന് വിളിച്ചു വെക്കട്ടെ. അവരാരെല്ലാം കണ്ടോന്നേ. എന്നാ വേഗം വിളിച്ചു വെക്കും മോളെ. ഈ കൊച്ചി ഇവിടെ എവിടെയോ വന്നിട്ടുണ്ട്.
ഇവിടെ നല്ല മണം കിട്ടുന്നുണ്ട് അതിൻ്റെ. ഈ വീടിനകത്താന്ന് തോന്നുന്നു. അയ്യോ, ഇത് മറ്റേ ആ കളവയുടെ വീടല്ലേ, ആ മന്ത്രവാദിയുടെ വീട്. അയ്യോ, അവരെന്നെ കണ്ടു കഴിഞ്ഞാൽ ഏതെങ്കിലും കുപ്പിക്കകത്ത് അടയ്ക്കുമല്ലോ. ഇവിടെ ഒളിച്ചിരിക്കാം. ഒരു കാര്യം ചെയ്യാം, കാറിനകത്ത് കയറിയിരിക്കാം. ഈ കാറിനകത്ത് കയറുന്നത് നടക്കുന്ന കാര്യമല്ല, ലോക്കാന്ന് തോന്നുന്നു. കാറിൻ്റെ ബാക്കിൽ ഒളിച്ചിരിക്കാം. നിന്റെ ഈ ചുമ ഈ അസുഖങ്ങളൊക്കെ മാറണമെങ്കിൽ ഞാൻ ഒരു കാര്യം പറഞ്ഞു തരാം, നീ അതുപോലെ ചെയ്യുമോ? പറ ആന്റി, എന്താ ചെയ്യണ്ടേ? പിന്നൊരു കാര്യം ആന്റി, എനിക്കങ്ങ് എത്രയും പെട്ടെന്ന് വീടെത്തണം. അമ്മയാങ്കി ഇപ്പൊ വീട്ടിൽ പറഞ്ഞു വന്നതാണ്. അച്ഛൻ ബാത്റൂമിൽ ഞാൻ കാണും. അവൻ എന്നെ കാണുന്നത് വിഷമിക്കും. ആ, നീ പൊക്കോ. പക്ഷെ ഞാൻ പറഞ്ഞ ചില കാര്യങ്ങൾ നീ അംഗീകരിക്കണം. അതായത് നീ ചില കാര്യങ്ങൾ എനിക്ക് ചെയ്തു തരണം. അങ്ങനെ ഉണ്ടെങ്കിൽ നിനക്ക് തന്നെ ഉപകാരം. നിന്റെ ഈ ചുമയും ഇപ്പം ഇത് കടിച്ചില്ലേ, അതിൻ്റെയൊക്കെ വിഷങ്ങളും അതെല്ലാം കാര്യങ്ങളൊക്കെ മാറും. എന്താ ചെയ്യാൻ ആന്റി, പറ. ഞാൻ നിനക്ക് അതെങ്കിൽ ഒരു കുപ്പി തരും. നീ ആണെങ്കിലേ ആ കുപ്പിക്കകത്താണെങ്കിൽ കുറേ സ്പൈഡറിനെ പിടിച്ചിട്ടുണ്ട് ഇങ്ങോട്ട് കൊണ്ടുവരണം കേട്ടോ. അത് നീയേ ഒരു വീട്ടിൽ നിന്ന് മാത്രം ആകരുത്, പല വീടുകളിൽ നിന്ന് പിടിക്കണം. ഒരു വീട്ടിൽ നിന്ന് 5 സ്പൈഡറിനെ പിടിക്കണം. എന്നിട്ടല്ലേ ഈ ഒരു കുപ്പിക്കകത്ത് തന്നെ ഇടണം. അങ്ങനെ ഒരു 5 വീട്ടിൽ നിന്ന് നീ 5 സ്പൈഡറിനെ വെച്ച് 25 സ്പൈഡറിനെ ഒരു കുപ്പിക്കകത്താക്കി ഇവിടെ കൊണ്ടുവരണം. ഇതെന്താ ആന്റി പറയുന്നത്? എന്തിനാ 25 സ്പൈഡറിനെ? എനിക്ക് വേണേ ആന്റി സ്പൈഡറിനെ പിടിക്കാൻ. ഇപ്പൊ തന്നെ ഒരെണ്ണത്തിന്റെ ഇപ്പൊ കടി കിട്ടിയതല്ലേ ഉള്ളൂ. പിന്നെ ഞാൻ അങ്ങനെ പിടിക്കാൻ 25 സ്പൈഡറിനെയൊക്കെ? അതൊക്കെ വളരെ ഈസിയാണ്, നിന്നെ ഒന്നും ചെയ്യത്തില്ല. നിനക്ക് എന്തായിരുന്നു കുപ്പിയില്ലേ, നീ എവിടെയെങ്കിലും നീ ഒരു വീട്ടിലോട്ട് ആദ്യമേ ചെല്ലുക. നിനക്ക് എന്തായിരുന്നു കുപ്പി, നീ ആണെങ്കിൽ ഒരു സ്പൈഡറിനെ കാണുമ്പോൾ അതിന് നേരെ പിടിക്കുക. ആ സ്പൈഡർ തന്നെ കുപ്പിക്കകത്തായിക്കോളും. നീ അല്ലാതെ വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. പെട്ടെന്ന് നിന്നെ അങ്ങ് അടപ്പെടുത്തങ്ങ് അടയ്ക്കുക കേട്ടല്ലോ. അതിന്റെ ഇടയ്ക്ക് എന്നെ കടി കിട്ടുമോ ആന്റി? അതൊരിക്കലും ഇല്ല. നീ ഇങ്ങനെ കുപ്പി കാണിച്ചു കൊടുത്താൽ നേരെ അത് എടുത്ത് കുപ്പിക്കകത്ത് ചാടിക്കോളൂ. അപ്പോൾ തന്നെ നിനക്കങ്ങ് അടയ്ക്കാം കേട്ടോ. ഒന്നുമില്ല, ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല. ഇത് നിനക്ക് ഇവിടെ കൊണ്ടുതന്നു കഴിഞ്ഞാൽ നിനക്ക് തന്നെ ബെനിഫിറ്റ്. പിന്നെ ഒരു കാര്യം കൂടെ, നീ ഈ സ്പൈഡറിനെ പിടിക്കാൻ വേണ്ടിയിട്ട് 5 വീട്ടിൽ പോവല്ലോ. അപ്പോൾ ആ 5 വീട്ടിലും ഞാനൊരു ക്രിസ്റ്റൽ തന്നുവിടാം. ആ വീട്ടിലേക്ക് കൊണ്ടുവയ്ക്കണം നീ കേട്ടോ. ഓരോ വീട്ടിലും ഓരോ ക്രിസ്റ്റൽ വെച്ച് വെക്കണം. അതായത് 5 ക്രിസ്റ്റൽ ഞാൻ തന്നുവിടാം. 5 ക്രിസ്റ്റൽ 5 വീടുകളിൽ വെക്കണം കേട്ടല്ലോ. അതെന്തിനാന്നോ? അത് അങ്ങനെ വെച്ച് കഴിഞ്ഞാലേ ആ വീട്ടുകാർക്കും ഐശ്വര്യം ഉണ്ടാകും, അതിന് ഇരട്ടി ഐശ്വര്യം നിനക്കും ഉണ്ടാകും, അതുപോലെ തന്നെ ഐശ്വര്യം എനിക്കും ഉണ്ടാകും. അപ്പോൾ നമുക്ക് 3 കൂട്ടർക്കും നല്ല ഉപകാരം അത് കേട്ടോ. അഥവാ ആ സ്പൈഡറിന് നീ പിടിച്ചുകൊണ്ട് വരുമ്പോഴത്തേക്ക് അവിടെ ക്രിസ്റ്റൽ വെച്ചില്ല എന്നുണ്ടെങ്കിൽ എന്തോ അറിയോ, ഇതിന് നേരെ എതിരായിട്ടുള്ള അനുഭവങ്ങളായിരിക്കും നമുക്ക് ഉണ്ടാകാൻ പോകുന്നത്. മനസ്സിലായോ? അതായത് വിപരീത ഫലം ഉണ്ടാക്കും. എല്ലാം ഞാൻ പറഞ്ഞ് മനസ്സിലാകുന്നുണ്ടോ നിനക്ക്? ഞാനെന്നാ ഒരു പേപ്പറിനകത്ത് ചാർട്ടായിട്ട് നിനക്ക് എഴുതരാം. നീ അതനുസരിച്ച് അങ്ങ് ചെയ്താൽ മതി. നീ മറന്നു പോകുന്നെങ്കിൽ നീ അതങ്ങ് നോക്കി വായിച്ചാൽ മതി കേട്ടല്ലോ. എന്നാ നീ ഇവിടെ ഇരിക്ക്, ഞാൻ അടുക്കള പോയി കുപ്പി എടുത്തിട്ട് വരട്ടെ. വന്നത് അതുകൊണ്ടല്ലേ വെറുതെ ആ സ്പൈഡർ എന്റെ കാലേ കയറി കടിക്കുകയും ചെയ്ത് ഇപ്പൊ ഇവർ അടുത്ത് വരേണ്ടി വരികയും ചെയ്ത്. ഇത് എന്തൊക്കെ കാര്യങ്ങൾ എന്നെ ഏൽപ്പിക്കുന്നത്. ആ കൊച്ചിനെ അറിയത്തില്ല ഈ ദാക്ഷായണി ആരാന്ന്. ഒരു മന്ത്രവാദിനിയായി എനിക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് അവൾക്ക് ഞാൻ കാണിച്ചു കൊടുക്കും. ആരെയെങ്കിലും കിട്ടാൻ നോക്കിയിരിക്കുമായിരുന്നു ഞാൻ. എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. എനിക്ക് ഭൂമിയുടെ തന്നെ അധിപയാകണം. അതിനു വേണ്ടിയിട്ട് എനിക്ക് ആരുടെയെങ്കിലുമൊക്കെ സഹായം വേണം. അങ്ങനെ വീണ് കിട്ടിയൊരു കൊച്ച ഇത്. ആ കൊച്ചിനെ ഉപയോഗിച്ച് ഞാൻ ഈ ഭൂലോകം മൊത്തം കിട്ടിയിട്ടാലും കുഴപ്പമില്ല, എനിക്ക് കിട്ടാവുന്ന മാക്സിമം ഏരിയകളും വീടുകളും എല്ലാം സ്വന്തമാക്കണം. അതിന് ഞാൻ ആ കൊച്ചിനെ ഉപയോഗപ്പെടുത്തും. തും സഹൂർ, നീ ഇങ്ങോട്ട് വന്നേ. ആജ്ഞാപിച്ചാലും മന്ത്രവാദിനി. തും സഹൂർ, നീ ഇവിടെ ഉള്ള കാര്യം ആ കുട്ടിക്ക് അറിയത്തില്ല. നിന്നെ അവൾ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ പ്ലാനിങ് മൊത്തം പൊളിക്കും. ഞാനൊരു മന്ത്രവാദിനി എന്നുള്ള കാര്യം ആ കുട്ടിക്ക് അറിയത്തില്ല. അതൊന്നും നീയായിട്ട് അറിയിക്കരുത്. നീ അടങ്ങി ഒതുങ്ങി ഇവിടെ തന്നെ നിന്നോണം. എന്തെങ്കിലും എനിക്ക് സഹായം വേണമ്പോൾ നീ എനിക്ക് ചെയ്തു തരണം. അത് മന്ത്രവാദിനി അമ്മൂമ്മേ, ഞാനെങ്കിലേ പുറത്താണെങ്കിൽ എന്തോ നിൽക്കുന്ന പോലെ എനിക്ക് തോന്നി. അതായത് ഏതോ ഒരു അദൃശ്യ ശക്തി നിൽക്കുന്ന പോലെ എനിക്ക് തോന്നി പുറത്ത്, നമ്മുടെ കാറിൻ്റെ അരിയിലായിട്ട്. തും സഹോർ പറഞ്ഞതാ, അത് കറക്റ്റ് കാര്യമായിരിക്കും. അതുകൊണ്ട് മന്ത്രവാദിനി അമ്മൂമ്മ അത് നോക്കിക്കേ. നമ്മളൊക്കെ ഇവിടെ ഉള്ളപ്പോൾ ആര് വരാനാണ് ഇവിടെ? നീ അതൊക്കെ വിട്. ആ കുട്ടിയെ കൊണ്ട് എനിക്ക് പല കാര്യങ്ങൾ ചെയ്യിക്കാനുണ്ട്. നീ അതിൽ ശ്രദ്ധിച്ചാൽ മതി ഇപ്പം. അല്ല നീ വേറെ ഒന്നും നോക്കണ്ട കേട്ടല്ലോ. ശരി മന്ത്രവാദിനി അമ്മൂമ്മേ.